കഴിഞ്ഞ 40 വർഷമായി SFI ഭരിച്ചിരുന്ന ഒരു കോളേജിൽ KSU ജനാധിപത്യപരമായി ജയിച്ചു കയറിയതിൽ ഹാലിളകിയ CPM DYFIക്കാരെയും CPMക്കാരെയും ഇളക്കിവിട്ട് KSU പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിച്ച KSUക്കാരെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. SFI CPM അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് KSU അവിടെ വിജയിച്ച് കയറിയതിന്റെ ചുരുക്കായിരുന്നു ഇത്. കഷ്ടം. കേരളത്തിൽ LDF സർക്കാരിന് പേ പിടിച്ച അവസ്ഥയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? പോലീസ് നരനായാട്ട് നടത്തി കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി ചോരച്ചാലൊഴുക്കുകയാണ്. സത്യത്തിൽ സർക്കാരിന്റെ പോലീസിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തിരഞ്ഞു പിടിച്ച് ലാത്തി കൊണ്ട് മുഖത്തടിച്ച് മൂക്കിൽ നിന്നും ചോര വാർന്നൊഴുകിയിട്ടും നിലയ്ക്കാത്ത ആവേശമായി പോലീസിന്റെ അതിക്രൂര നടപടിക്കെതിരെ പോലീസിന്റെ ഈ കിരാത തേർവാഴ്ചയെ ന്യായീകരിക്കാൻ പോലീസ് പറഞ്ഞത് ലാത്തി ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്തിനാ പോലീസെ തഴുകി പുളകിതനാക്കാൻ പിടിച്ച വടിയാണോ ലാത്തി? ആ തഴുകലൊന്നുമല്ലല്ലോ ദൃശ്യങ്ങളിൽ തെളിയുന്നത്. ഒരാളെ വളഞ്ഞിട്ട് കാക്കിയിട്ട് ഏമാന്മാർ മർദ്ദിക്കുന്നതല്ലേ. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലിന് പൊട്ടൽ സർജറി കഴിഞ്ഞു. ഒരു ജനപ്രതിനിധിയാണ് ആ മനുഷ്യൻ. മേലാളന്മാരുടെ പ്രത്യേക നിർദ്ദേശമുണ്ടാവും അല്ലേ? കോൺഗ്രസിലെ യുവാക്കളെ എവിടെ കണ്ടാലും മൂക്കിന്റെ പാലമടിച്ച് തകർക്കാൻ രാജാവിന്റെ ആജ്ഞ തൊടാതെ വിഴുങ്ങി അനുസരിക്കുമ്പോൾ ഒന്നോർക്കുക, കാലം മാറും, കാറ്റ് തിരിച്ചും വീശുമെന്ന്. ഈ രാജാവിന് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മകളുടെ എക്സാലോജിക് അഴിമതിയിലും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലുമൊക്കെ ആകെ എരിപിരി കൊള്ളുമ്പോഴാണ് 2023 മകന്റെ ഒരു കേസ് കൂടി ഇപ്പോൾ വെളിയിൽ വരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ED ഈ സമൻസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്. പക്ഷേ വിവേക് ED ഓഫീസിൽ ഹാജരായിട്ടില്ല എന്നാണ് ED സൈറ്റിൽ ലഭ്യമാകുന്ന വിവരം. വന്ന സമൻസിന് ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമൻസ് ലെറ്റർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാനുമില്ല. അതായത് അന്ന് ED അയച്ച സമൻസ് മുക്കി. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് വൈരമൂത്ത് ഭ്രാന്താകാത്തത്? മുഖ്യമന്ത്രിക്ക് ഓരോ കെണികൾ കേന്ദ്രത്തിൽ മോദി ഒരുക്കുമ്പോഴും ഓരോ ഡൽഹി യാത്ര നടത്തി മഞ്ഞിരുക്കുന്ന കാഴ്ചയും നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ലാവ്ലിൻ കേസ് മുങ്ങുന്നതിന് മുൻപ് ഒരു കൂടിക്കാഴ്ച, മകളുടെ എക്സാലോജിക് അഴിമതിയിൽ അന്വേഷണം, വീണ്ടും ഡൽഹി യാത്ര, പിന്നീട് ഇപ്പോൾ ഇതാ സ്വർണ്ണക്കടത്തിൽ വീണ്ടും ഒരു യാത്ര. മകന്റെ പേരിൽ ED അയച്ച സമൻസ് മുക്കിയത് പൊന്തും എന്ന് മുൻകൂട്ടി കണ്ടായിരിക്കും സന്ദർശനം. എന്തായാലും ഓരോ യാത്രയിലും പൊന്തി വന്ന അഴിമതി വിവാദങ്ങളൊക്കെ മുങ്ങിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് മുൻപേ പറഞ്ഞ CPM BJP രഹസ്യ ബാന്ധവമാണ് തെളിയിക്കുന്നത്. ഷാഫിയോട് സഖാക്കന്മാർക്കുള്ള വൈരം ചില്ലറയൊന്നുമല്ല. ഒന്ന് വടകരയിൽ LDFന്റെ ശ്രീമതി ടീച്ചറെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാത്ത വിധം പറത്തിവിട്ടതും സർക്കാരിന്റെ അഴിമതിയും ധൂർത്തിനുമെതിരെ നേരിട്ട് വെല്ലുവിളിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾക്കിടയിൽ നിന്നും സംരക്ഷിച്ചു നിർത്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പുറംപൂച്ച് പുറത്തു കൊണ്ടുവന്നതുമൊക്കെ അവരെ വല്ലാണ്ടങ്ങ് പ്രകോപിതരാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനോട് ഒരു വല്ലാത്ത പകയിൽ കണ്ടാൽ തല്ലാൻ നിർദ്ദേശം കൊടുത്തത്. ഇപ്പോൾ കേരളം അതിരൂക്ഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള ആരെ കൊന്നിട്ടായാലും മുക്കണം എന്ന അജണ്ടയിലാണ് ഒരു ക്യാമ്പസ് പ്രശ്നത്തെ സമാധാനത്തിൽ കൈകാര്യം ചെയ്യാൻ വന്ന ഷാഫിയെയും കൂട്ടരെയും പോലീസ് ആക്രമിച്ചത്. CPM ഒരുപറ്റം ആളുകൾക്ക് പോലീസിൽ ജോലി കൊടുക്കുകയും കുറേയേറെ ആളുകൾക്ക് പ്രമോഷൻ കൊടുത്ത് പോലീസിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തതിന്റെ നന്ദി പിണറായിയോടുള്ള രാജഭക്തിയാണ് ഇന്നലെയും ഇന്നുമായി തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേരെ കാണിച്ചതും കാണിക്കുന്നതും. സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഏതാൾക്കൂട്ടത്തിലാണെങ്കിലും കോൺഗ്രസുകാരെ തിരഞ്ഞു പിടിച്ചാക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. പക്ഷേ അത് അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തിയത്. അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിണറായിയുടെ പോലീസിന് മുന്നിൽ വീറും വാശിയും ഒട്ടും കുറയാതെ കേരളമൊട്ടാകെ പ്രതിഷേധം അലയടിച്ചു. കോൺഗ്രസ് ഒന്നടങ്കം വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സർക്കാരിനെതിരെ കേരളത്തിൽ ഉയരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. തങ്ങൾക്കെതിരെ ഒരു മറുവാക്ക് പോലും ഉയരരുതെന്നും കോൺഗ്രസിലെ യുവാക്കളെ രാഷ്ട്രീയപരമായും പ്രതിഷേധങ്ങൾക്കിടയിൽ അതിക്രൂരമായി ആക്രമിക്കുന്നത്. അതിനൊത്താശ ചെയ്തുകൊണ്ട് DYFI CPM ഗുണ്ടാ സംഘവും നിലയുറപ്പിച്ചു.
അടിയന്തരാവസ്ഥ കാലത്തെ നരനായാട്ട് ഓർമ്മിപ്പിക്കും വിധം അഴിഞ്ഞാടുന്ന പോലീസിന്റെ ഈ പിണറായി കാലം അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. കേരളം ഭ്രാന്താലയമാക്കുന്ന CPMന്റെ അജണ്ട കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അലയടിക്കുകയാണ്. ജില്ലകൾ തോറും കോൺഗ്രസ് പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് സമരം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള തീരുമാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.